ഷെവർലെ കാറിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഈ നീല ഷർട്ട് ധരിച്ച ഈ വ്യക്തി, വിശ്വനാഥൻ എന്നാണ് പേര്, ഈ വ്യക്തിയാണ് ഈ അപകടം ഉണ്ടാക്കിയിട്ടുള്ളത്. കൂടുതൽ ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ഇത് കാർ ഓടിച്ച് പഠിക്കാൻ പറ്റുന്ന ഒരു പാതയല്ല. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട തിരുവനന്തപുരം നഗരമധ്യത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു അത്രയും തിരക്കുള്ള ജനറൽ ആശുപത്രിയുണ്ട്, കണ്ണാശുപത്രിയുണ്ട്, നിരവധി സ്കൂളുകളുള്ള ഒരു മേഖലയാണ്. അപ്പോൾ കാർ ഓടിക്കാൻ പഠിക്കാൻ പറ്റിയ ഒരു മേഖലയെ അല്ല ഇതെന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. രാഹുൽ ജിനാഥ് വിവരങ്ങളുമായി നമുക്കൊപ്പം തുടരുന്നുണ്ട്. രാഹുൽ, ഇപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർ അടക്കം കൃത്യമായി പറയുന്നു എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്. പഠിക്കുകയായിരുന്നു, പക്ഷെ പഠിക്കേണ്ട കാർ ഇതല്ല, പഠിക്കേണ്ട റോഡ് ഇതല്ല, അതിലൊരു സംശയവുമില്ല. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്വീകരിച്ചിരിക്കുന്ന നടപടി എന്താണ്? നിലവിൽ എന്തായാലും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇവർ രണ്ടുപേർക്ക് നിസ്സാരമായ പരിക്കുകൾ മാത്രമാണുള്ളത്. അമ്മാവനും മരുമകനുമാണ് ഉണ്ടായിരുന്നത്. വട്ടിയൂർക്കാവ് സ്വദേശികളാണ്. ഇവരെ ആ ഘട്ടത്തിൽ തന്നെ നാട്ടുകാരും ഒപ്പം പോലീസിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. കാരണം ഈ സിഗ്നലുമായി ബന്ധപ്പെട്ട് ട്രാഫിക് വാർഡന്മാരും പോലീസും ഉണ്ടായിരുന്നു. അവർ തന്നെയാണ് പുറത്തേക്ക് ഇറക്കിയ സമയത്ത് ആദ്യം ഈ വണ്ടി ഓടിച്ചിരുന്ന ആൾ പറഞ്ഞത് ഇത് ബ്രേക്ക് ജാമായതാണെന്നൊരു വാദം പറയുന്നത്. അതിന് പിന്നാലെയാണ് എൻഫോഴ്സ്മെന്റ് RT ഉൾപ്പെടെ സാങ്കേതികമായ പ്രശ്നമുണ്ടോയെന്ന് പരിശോധിച്ചു. അങ്ങനെ ഇല്ലയെന്ന് കണ്ടെത്തുന്നു. നിലവിൽ എന്തായാലും ഇവർ രണ്ടുപേരും പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇനി ഈ ലൈസൻസുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഒപ്പം ഇത് പരിശീലിപ്പിച്ചതാണോ എന്നുകൂടി വ്യക്തമാക്കേണ്ടതുണ്ട്. എന്തായാലും പ്രാഥമിക ചോദ്യം ചെയ്യൽ പരിശീലിപ്പിച്ചതാണെന്ന് സമ്മതിക്കുന്നുണ്ട്. ആക്സിലേറ്റർ അമർത്തിയതാണെന്നും പറയുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനി കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കും. എന്തായാലും ഈ ഘട്ടത്തിൽ തന്നെ ഇവിടെ വെച്ച് തന്നെ ഇത് പരിശീലനമാണെന്ന് സമ്മതിക്കുകയും ഒപ്പം ഈ സിഗ്നൽ കണ്ടപ്പോൾ ആക്സിലേറ്റർ അമർത്തുകയും ചെയ്യുകയാണെന്ന് വാഹനം ഓടിച്ചിരുന്ന വിഷ്ണുനാഥ് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ നടപടിയിലേക്ക് കാര്യങ്ങൾ കടക്കും. ഒപ്പം നാലു പേർ അതീവ ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുമാണ്. ആര്യ.